ഹായ്! ഞങ്ങളിന്നൊരു സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടികളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ പോവുകയാണ്. ഞങ്ങളിന്ന് പോകുന്നത് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. ഞങ്ങളുടെ സ്കൂളിലെ സീഡ് ക്ലബ്ബാണ് കേട്ടോ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടങ്ങി കേട്ടോ. പിന്നെ അങ്ങോട്ട് ബസ്സിൽ പാട്ടിട്ട്. പിന്നെ അറിയാലോ, ഞാൻ സഹിതം എല്ലാവരും കൊണ്ട് കളിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് കയറി കേട്ടോ. എവിടെ നിന്നാണ് നമ്മുടെ കനാലിലൊക്കെ വെള്ളം വരുന്നത്. ഞങ്ങളങ്ങനെ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഫോറസ്റ്റ് ഓഫീസിൽ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങൾക്ക് ഈ വനത്തിനെ പറ്റിയെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. നമ്മുടെ ഭൂമിയിൽ തന്നെ ചിലയിടത്ത് മാത്രമേ ചെന്തുരുണി മരം വളരുകയുള്ളൂ, അതായത് ഗ്ലൂട്ടോട്രാമൻ കോറിക്ക. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചു കേട്ടോ. കാട്ടിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ആ തണുപ്പ് ഞങ്ങളുടെ ശരീരത്തിനെ മാത്രമല്ല കേട്ടോ, മനസ്സിനെയും കൂളാക്കി. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെല്ലാവരും കൂടെ സീഡിൻ്റെ ബാനറൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 100 പേർക്കാണ് കേട്ടോ ഇവിടെ വരാനുള്ള ഭാഗ്യം കിട്ടിയത്. ഇതെല്ലാം കാരണക്കാരൻ ഞങ്ങളുടെ ആഷിഖ് സാറാണ് കേട്ടോ. ആഷിഖ് സാറാണ് സിദ്ധാർത്ഥ സെൻറ്റർ സ്കൂളിൻ്റെ അഗ്രികൾച്ചറിൻ്റെ ഹെഡ്. ഞങ്ങളുടെ സ്കൂളിലെ മാനേജറും പ്രിൻസിപ്പളും ഇതിലെല്ലാം കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇവരുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ട്രിപ്പിന് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഈ സ്ഥലത്താണ് കേട്ടോ വന്യജീവികളെല്ലാം വെള്ളം കുടിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർ ആദ്യമേ പോയി അവിടെ എല്ലാം വന്യജീവികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർ ഞങ്ങളെ പ്രത്യേകം ഒരു കെയറിങ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഫ്രീഡത്തിന് ഒരു കുറവില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ ഉള്ളേരിലോട്ട് വന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഈ ഡാം പാറ പൊട്ടിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറ പൊട്ടിക്കാനുള്ള വെടിമരുന്നുകൾ സൂക്ഷിക്കാനുള്ള ഒരു ഹൗസും ഈ വനത്തിനുള്ളിലുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഇപ്പം പോയപ്പം കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കേട്ടോ ഈ ട്രിപ്പ്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും നേരമൊക്കെ ഇരുട്ടി. എല്ലാവരുടെയും പാരൻസൊക്കെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ മനോഹരമായ ദിവസം സമ്മാനിച്ച് എൻ്റെ സ്കൂളിന് 1000 നന്ദി.